സ്വാഗതം. ഒപ്പം പഠിക്കാൻ റെഡിയല്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജോയിന്റ് വെഞ്ചർ. വളരെ പരിചിതമായ ചില കോമ്പിനേഷൻസ് അല്ലേ നോക്കി. മാരുതി സുസുക്കി, ഇന്ത്യൻ കമ്പനിയായ മാരുതിയും ജാപ്പാനീസ് കമ്പനിയായ സുസുക്കിയും ചേർന്നുള്ള ഒരു സംരംഭം. അതുപോലെ തന്നെ ഹീറോ ഹോണ്ട, ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ. ബജാജ് അലയൻസ്, മഹീന്ദ്ര ഫോർഡ്, ഇങ്ങനെ നിരവധി സംരംഭങ്ങളുണ്ട്. ഇപ്രകാരമുള്ള സംരംഭങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് ജോയിന്റ് വെഞ്ചർ? ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമല്ലേ? നോക്കാം. When two businesses agree to join together for a common purpose and mutual benefit, it is known as joint venture. രണ്ടോ അതിലധികമോ ബിസിനസ് സ്ഥാപനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ധാരണയിലെത്തുന്നുണ്ടെങ്കിൽ അവരുടെ പൊതുവായ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി അവർ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. അതിനെയാണ് നമ്മൾ സംയുക്ത സംരംഭം എന്ന് അർത്ഥമാക്കുന്നത്. ജോയിന്റ് വെഞ്ചർ ഹെൽപ്സ് ടു പൂൾ ടുഗദർ റിസോഴ്സസ് ആൻഡ് എക്സ്പെർട്ടൈസ് ഓഫ് ടു ഓർ മോർ കമ്പനീസ് ടു അച്ചീവ് എ പർട്ടിക്കുലർ ഗോൾ. The risk and the rewards of the business are also shared. അപ്പോൾ രണ്ടോ അതിലധികമോ സ്ഥാപനങ്ങൾ ഒന്നു ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവരുടെ എക്സ്പെർട്ടൈസും അവരുടെ വിഭവങ്ങളും എല്ലാം ആ സംയുക്ത സംരംഭത്തിലേക്ക് വരികയാണ്. അപ്പോൾ വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം അവരുടെ സംയുക്ത സംരംഭത്തിന് ലഭിക്കുന്നു. Then different types of joint venture. First one is contractual joint venture. There is only an agreement to work together. The parties do not share ownership of the business but exercise some elements of control in the joint venture. A typical example is a franchisee relationship. അപ്പോൾ കോൺട്രാക്ച്വൽ ജോയിന്റ് വെഞ്ചറിൽ രണ്ട് സ്ഥാപനങ്ങൾ ചേർന്നുകൊണ്ട് ഒരു പുതിയ സ്ഥാപനം സൃഷ്ടിക്കുന്നില്ല. അവർ ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു കരാർ നടപ്പിലാക്കുന്നു. എന്നാൽ പുതിയ ഒരു ബിസിനസ് സംരംഭത്തിന് അവിടെ തുടക്കം കുറിക്കുന്നില്ല. ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആ കരാറിൽ പരസ്പരം ചില നിയന്ത്രണങ്ങൾ അവർ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. Then equity based joint venture, EJV. A separate business entity jointly owned by two or more parties is formed in accordance with the agreement of the parties. The key operative factor in this case is joint ownership by two or more parties. The form of business entity may be company, partnership firm, trust, limited liability partnership firms, venture capital funds, etc. അപ്പോൾ ഇക്വിറ്റി ബേസ്ഡ് ജോയിന്റ് വെഞ്ചറിന്റെ പ്രത്യേകത, രണ്ടോ അതിലധികമോ കമ്പനികൾ അവരുടെ സംയുക്ത ഉടമസ്ഥതയിൽ ഒരു പ്രത്യേക ബിസിനസ് സ്ഥാപനത്തിന് രൂപം നൽകാം. നിലവിലുള്ള സ്ഥാപനത്തിലേക്ക് മൂലധനം ഇറക്കിക്കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം ഇവർക്ക് ആരംഭിക്കുകയോ ചെയ്യാം. രണ്ടു പേർക്കും ഓഹരി മൂലധനത്തിൽ പങ്കാളിത്തം നൽകിക്കൊണ്ട് അതിൻ്റെ മാനേജ്മെന്റിൽ ലാഭനഷ്ടങ്ങളിലെല്ലാം സംയുക്തമായി ബിസിനസ്സെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഇക്വിറ്റി ബേസ്ഡ് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. എന്നാൽ കോൺട്രാക്ച്വൽ ജോയിന്റ് വെഞ്ചറിൽ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ പരസ്പര സഹകരണത്തോടുകൂടി അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. Then benefits of joint venture. Increased resources and capacity.
In a joint venture, the resources and capacity of two or more firms are combined. The new business pools in financial and human resources and is able to face market challenges and take advantages of new opportunities. നമുക്കറിയാം, ഒന്നിലധികം ബിസിനസ് സംരംഭങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ക്യാപിറ്റൽ ബേസ്, റിസോഴ്സസ് വളരെയധികം ഉയരുന്നു. അപ്പോൾ ഉയർന്ന വിഭവങ്ങൾ, അതേപോലെ തന്നെ ടെക്നിക്കൽ നോഹൗ, ദെൻ ഇവരുടെ എക്സ്പെർട്ടൈസ്, ഇവയെല്ലാം ചേരുമ്പോൾ ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുവാനുള്ള, ബിസിനസ് വളരെയധികം വളരുന്നതിനുള്ള ഒരു സാഹചര്യം അവിടെ സംജാതമാകുന്നു. Then access to new markets and distribution networks. When a business enters into a joint venture with a partner from another country, it opens up a vast growing market. They can also take advantage of the established distribution channels of the local partner. ഒരു വിദേശ കമ്പനി മറ്റൊരു രാജ്യത്തെ കമ്പനിയുമായി ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെടുമ്പോൾ ആതിഥേയ രാജ്യത്തിലെ കമ്പനിയുടെ ഗുഡ്വില്ലും അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ശൃംഖലയുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ബിസിനസ്സിന് വളരുവാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ സംജാതമാകുന്നത്. ഒരു രാജ്യത്ത് പോയി പുതിയൊരു ബിസിനസ് സംരംഭം ആരംഭിച്ച് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എല്ലാം ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. എന്നാൽ നിലവിലുള്ള ഒരു സ്ഥാപനവുമായി നമ്മൾ ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെടുമ്പോൾ അവരുടെ എല്ലാ ഫെസിലിറ്റീസും ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് മാർക്കറ്റിൽ ഒരു സ്ഥാനം കൈവരിക്കുവാൻ ജോയിന്റ് വെഞ്ചർ സഹായിക്കുന്നു. Then access to latest technology. Joint ventures help to use latest technologies in the world. Advanced technology adds to efficiency and effectiveness in production. This leads to reduction in cost of production. ജോയിന്റ് വെഞ്ചർ പുതിയ സാങ്കേതിക വിദ്യ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു സ്ഥാപനത്തെ സഹായിക്കുകയാണ്. കാരണം വിദേശ പങ്കാളി അതിനൂതനമായ സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടുകൂടിയാണ് ജോയിന്റ് വെഞ്ചറിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആ പുതിയ സാങ്കേതിക വിദ്യയുടെ ഗുണം ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞ ഉൽപാദന ചെലവിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാനും വളരെ കാര്യക്ഷമമായി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാനും ജോയിന്റ് വെഞ്ചർ ഒരു സ്ഥാപനത്തെ സഹായിക്കുന്നു. Then innovation. Joint ventures allow business to come up with innovative products because of new ideas and technologies. സംയുക്ത സംരംഭങ്ങളിലേക്ക് കടന്നു വരുന്ന സ്ഥാപനങ്ങൾ അതിനൂതനമായ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എപ്പോഴും സജ്ജമാകുന്നത്. നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ ജോയിന്റ് വെഞ്ചർ സ്ഥാപനങ്ങളെ സഹായിക്കുന്നുണ്ട്. Then low cost of production. India is a country with the low cost of raw materials and labor, technically qualified workforce, wider market, etc. Thus, international partner gets products of required quality and specifications at a much lower cost than what is prevail in the home country. വിദേശ രാജ്യങ്ങളിലേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് ജോയിന്റ് വെഞ്ചർ ഒരു സ്ഥാപനത്തെ സഹായിക്കുന്നു. ഇന്ത്യയിലേക്ക് ജോയിന്റ് വെഞ്ചറിന് വരുന്ന ഒരു വിദേശ കമ്പനിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഒട്ടുമിക്ക റോ മെറ്റീരിയലിലും വളരെ വില കുറഞ്ഞ് ലഭ്യമാണ്. അതേപോലെ ലേബറിന്റെ കോസ്റ്റ്, കൂലി ചെലവ് വളരെ കുറവാണ്. ടെക്നിക്കലി ക്വാളിഫൈഡ് ആയ ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത്രയും അനുകൂലമായ സാഹചര്യം ഉള്ളതിനാൽ
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിന് ജോയിന്റ് വെഞ്ചർ ഒരു സ്ഥാപനത്തെ സഹായിക്കുന്നു. Then, established brand name. When two businesses enter into a joint venture, one of the parties benefits from others' goodwill, which has already been established in the market. There is a ready market waiting for the product to be launched. രണ്ട് ബിസിനസ്സുകൾ സംയുക്ത സംരംഭത്തിൽ ഏർപ്പെടുന്നു. നിലവിൽ നല്ല ബ്രാൻഡ് നെയിമുള്ള ഒരു സ്ഥാപനവുമായി, ഗുഡ്വില്ലുള്ള ഒരു സ്ഥാപനവുമായി ജോയിന്റ് വെഞ്ചറിലേക്ക് ഏർപ്പെടുമ്പോൾ പുതുതായി വരുന്ന സ്ഥാപനത്തിന് ഈ ഗുഡ്വിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉയർന്ന വിൽപ്പന കൈവരിക്കുവാൻ സാധിക്കും. നിലവിലുള്ള ബ്രാൻഡിന്റെ ആ മേന്മ പുതിയ സ്ഥാപനത്തിനും മുതൽക്കൂട്ടാവുകയാണ് ചെയ്യുന്നത്. Then next topic is public-private partnership, PPP. It is a relationship among public sector and private sector for allocation and completion of development projects. A public-private partnership is a contract between a public sector institution and a private party in which the private party assumes substantial financial, technical and operational risk in the design, financing, building and operation of a project. Different types of PPP: build, operate and transfer, build, own, operate, build, own, operate, remove. ഇങ്ങനെ വ്യത്യസ്തമായ PPP മോഡൽസ് ഇന്ന് രാജ്യത്ത് നിലവിലുണ്ട്. സോ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്നതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ? ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങും പ്രൈവറ്റ് സെക്ടറും സംയുക്തമായി ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൽ പബ്ലിക് സെക്ടറിന്റെ റോൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ലാൻഡ് അക്വിസിഷൻ ആവാം, ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കലാവാം, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ പബ്ലിക് സെക്ടർ ഓഫർ ചെയ്യുന്നു. ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനം, ദൈനംദിന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം പ്രൈവറ്റ് സെക്ടർ എന്റർപ്രൈസസിന് വിട്ടുകൊടുക്കലാണ്. അപ്പൊ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും ചേർന്നുകൊണ്ട് സർക്കാരിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടി ഒരു സ്വകാര്യ സംരംഭകന് അതിനൂതനമായ സാങ്കേതിക വിദ്യയും അവരുടെ മാനേജ്മെന്റ് എക്സ്പെർട്ടൈസും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു. അതാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇതിലൂടെ ജനങ്ങൾക്ക് ഏറ്റവും മികച്ച സേവനം ലഭ്യമാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ മേന്മ. അത് നിശ്ചിത കാലത്തേക്കൊക്കെ ആയിരിക്കും പലപ്പോഴും ഈ പാർട്ണർഷിപ്പ് ഉണ്ടാവുന്നത്. ചിലപ്പോൾ 10, 20, 30 അല്ലെങ്കിൽ 50 കൊല്ലത്തേക്ക് സ്ഥാപനത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ധാരണയായിരിക്കും. ആ കാലാവധി എത്തുമ്പോൾ ആ അസറ്റ് തിരിച്ച് സർക്കാരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആ എഗ്രിമെന്റ് പ്രകാരം എന്താണോ എഗ്രിമെന്റിൽ പറഞ്ഞിരിക്കുന്നത് ആ എഗ്രിമെന്റ് പ്രകാരമാണ് ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം അടക്കം PPP മോഡലിലേക്ക് പോകുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. Then ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ചെടുക്കാം. A joint venture is a business arrangement in which two or more parties agree to pool their resources for the purpose of accomplishing a specific task. Its benefits: increased resources and capacity, access to new markets and distribution networks, access to latest technology, innovation, low cost of production and established brand name. Then PPP, the relationship among public sector and private sector for allocation and completion of development project. Now test your understanding. Thank you for your cooperation. Thanks.